കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും നിഗൂഢവും ഏറ്റവും വന്യവുമായ ക്ഷേത്രം കണ്ണൂരിലെ സഹ്യപർവ്വത നിരകൾക്ക് നടുവിൽ കൊട്ടിയൂർ. ഇവിടെ വലിയ ഗോപുരങ്ങളില്ല, കരിങ്കൽ മതിലുകളില്ല. കാരണം ഇതൊരു ക്ഷേത്രമല്ല, ഇതൊരു ശ്മശാനമാണ്. പുരാണങ്ങളിൽ പറയുന്ന ദക്ഷയാഗം നടന്ന ഭൂമി. കഥ തുടങ്ങുന്നത് ഒരു മരണത്തിൽ നിന്നാണ്. സ്വന്തം പിതാവായ ദക്ഷൻ തന്റെ ഭർത്താവിനെ അപമാനിക്കുന്നത് കേട്ടു നിൽക്കാനാവാതെ സതീദേവി അഗ്നിയിലേക്ക് എടുത്തുചാടി ആത്മഹത്യ ചെയ്ത സ്ഥലം. ആ തീയിൽ വെന്തെരിഞ്ഞത് സതി മാത്രമല്ല, ശിവന്റെ മനസ്സുകൂടിയായിരുന്നു. ആ കോപത്തിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ജനിക്കുന്നത്. അവർ ആ യാഗഭൂമി തകർത്തെറിഞ്ഞു. ആ തകർക്കപ്പെട്ട യാഗഭൂമിയാണ് ഇന്നും കൊട്ടിയൂരിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ശിവലിംഗം മണ്ണിലാണ് ഇരിക്കുന്നത്. ചുറ്റും തിരുവഞ്ചിറ എന്ന ജലാശയം. വർഷത്തിൽ വെറും 28 ദിവസം മാത്രമേ ഇവിടെ മനുഷ്യർക്ക് പൂജയുള്ളൂ. ബാക്കി 11 മാസവും ഈ സ്ഥലം ഘോരവനമാണ്. ആ സമയത്ത് ഇവിടെ പൂജ ചെയ്യുന്നത് മനുഷ്യരല്ല, പാമ്പുകളും വന്യമൃഗങ്ങളുമാണെന്നാണ് വിശ്വാസം. ദക്ഷന്റെ തലവെട്ടിയ വാൾ, സതി കത്തിയെരിഞ്ഞ അഗ്നി, ഇന്നും കൊട്ടിയൂരിലെ കാറ്റിൽ ആ പുരാണ കഥകളുടെ തണുപ്പുണ്ട്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശിവന്റെ കണ്ണീരും കോപവും വീണ മണ്ണ്.